SeeSouthIndia.com. ജിങ്ജു കാറ്റ്സിൽ ഇതുവരെ ക്ലാൻഡർ ടൗണിന്റെ രക്ഷകനായതുകൊണ്ട് എനിക്ക് ട്രൂപ്പ് ഹോപ്പിൽ അംഗത്വം ലഭിച്ചു. അത് ഗംഭീരമായിരുന്നു. ഒരു ജിങ്ജു കാറ്റ് അവനുള്ള എന്റെ ശ്രമം തുടങ്ങി. അതിനുവേണ്ടിയുള്ള പരിശീലനവും ആരംഭിച്ചു. പക്ഷെ കാര്യങ്ങളെല്ലാം കൊഴിഞ്ഞു മറിഞ്ഞു. വിറക് വെട്ടൽ, അരിയിലെ കല്ല് നോക്കൽ, എണ്ണ ഒഴിക്കൽ, ഉപ്പ് പൊടിക്കൽ, സോസ് എല്ലാം എടുത്തു വെക്കൽ, ഭക്ഷണം പാകം ചെയ്യൽ, ഈ പറഞ്ഞതെല്ലാം ഒരു പാചകക്കാരൻ ചെയ്യേണ്ട ജോലിയല്ലേ? ഞാനിനി എന്നാണ് യഥാർത്ഥ കുങ്ഫു പഠിക്കാൻ തുടങ്ങുന്നത്? ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഭാഗം 2. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൻ ഉറങ്ങിപ്പോയോ? നമ്മുടെ കൊണ്ട് മോഷണം പോയി. ഇതെല്ലാം എന്റെ തെറ്റാണ്. എന്നെ ശിക്ഷിച്ചോളൂ. പക്ഷെ എന്നെ പുറത്താക്കരുത്. നിനക്ക് കുങ്ഫു പഠിക്കണമല്ലേ? ഞാൻ ട്രൂപ്പ് ഹോപ്പിൽ ചേർന്നത് തന്നെ കുങ്ഫു പഠിച്ചിട്ട് ഒരു ജിങ്ജുക്കാറ്റെ മാറാനാണ്. എനിക്കറിയാം നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന്. നീ ഇത്തരത്തിലുള്ള ചെറിയ ജോലികളൊന്നും ചെയ്യേണ്ടവനല്ല. എന്ത്? ശരിയാണോ? അതെ, ശരിക്കും. ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അടുക്കള പണി ചെയ്യേണ്ടവനല്ല, കുങ്ഫു പഠിക്കേണ്ടവനാണ്. വെറുതെ കുറെ സമയം കളഞ്ഞു. എന്നാ നമുക്ക് കുങ്ഫു പഠിക്കാം. എന്നെ കുങ്ഫു പഠിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്തിനാണ് അടുക്കളയിലേക്ക് വന്നത്? അകത്ത് ചെന്ന് നോക്ക്, പുതിയതെന്തെങ്കിലും പഠിക്കാൻ പറ്റിയാലോ? ശരി, എന്തായാലും ശ്രമിച്ചു നോക്കിയല്ലോ. അപ്പൊ ഇനിയും അടുക്കള പണി തന്നെ. ഓ, ധാന്യങ്ങളിലെ കല്ല് നോക്കാൻ നല്ല കാഴ്ചശക്തി വേണം. എണ്ണയൊഴിക്കാൻ കാലുകൾക്ക് നല്ല വേഗത വേണം. ഉപ്പ് പൊടിയാക്കുന്നതിന് കൃത്യതയും ശക്തിയും വേണം. നമ്മുടെ എല്ലാ ചലനങ്ങളും നല്ല നിയന്ത്രണത്തിലാക്കാൻ നമ്മൾ പഠിക്കണം. സോസ് പാത്രങ്ങൾ കൃത്യമായി വെക്കാൻ നല്ല ഉന്നവും വേണം. കുൻഫുവിന്റെ അടിസ്ഥാനം ശ്വസന നിയന്ത്രണമാണ്. എനിക്ക് മനസ്സിലായി. ക്രിയേഷൻ, വിഷൻ, ഫിഗർ, സ്പീഡ്, സിംഗിങ്, കോംബാറ്റ്, ഇതെല്ലാമാണ് ജിഞ്ചു കാറ്റിന്റെ അടിസ്ഥാന തത്വങ്ങൾ. അതായത് ശരിക്കും ഇതൊക്കെ എനിക്കുള്ള പരിശീലനങ്ങളായിരുന്നു. അതെങ്ങതാ? പിന്നെ നമ്മള് ദിവസേന ചെയ്യുന്ന കാര്യങ്ങളെ വില കുറച്ച് കാണരുത്. എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ വിജയിക്കണമെങ്കിൽ നല്ലൊരു പാചകക്കാരനായി മാറണമല്ലേ? എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പക്ഷെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. മൈൻഡിന്റെയും ഫോഴ്സിന്റെയും അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? വിറക് വെട്ടുമ്പോൾ വശങ്ങളിലായി വെട്ടണം, അല്ലാതെ നടുക്കല്ല വെട്ടേണ്ടത്. ഓക്കെ, നിനക്ക് മനസ്സിലായല്ലോ? അത് ശരിയാണ്. നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് ഫോഴ്സ് ക്ലാനിന്റെ അടിസ്ഥാന തത്വം. മൈൻഡ് ക്ലാന്റെ കാര്യമാണെങ്കിൽ അത് നീ നിന്റെ ജീവിതത്തിലൂടെ സ്വയം അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. എല്ലാം മനസ്സുകൊണ്ട് അനുഭവിച്ചറിയുക.
to himself and made off. ആഹാ, നീ ആള് കൊള്ളാലോ. ലിൽബോയ്, ഇനി കുറച്ച് വിശ്രമിച്ചോളൂ. നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ പ്രാക്ടീസ് തുടരാം. നീ പാത്രം കഴുകാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. 2-3 ദിവസമായി നീ പാത്രം കഴുകിയിട്ട്. എന്താ ഉദ്ദേശം? എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കല്ലാതെ ഒന്നും പഠിപ്പിച്ചു തരുന്നില്ലല്ലോ. എനിക്ക് ചിഞ്ചുക്കാറ്റിന്റെ പാരമ്പര്യം ഇല്ലാത്തോണ്ടാണോ? ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് വിജയിക്കാനാകും. എന്ത് തടസ്സമുണ്ടെങ്കിലും ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. ഇന്നാ പിടിച്ചോ. എല്ലാ അടവുകളും ഞാൻ പൂർണ്ണമായി സ്വായത്തമാക്കിയിട്ടില്ല. പക്ഷെ ഇനി ഞാൻ ആരെയും ശല്യം ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ വലിയ പരീക്ഷയ്ക്ക് ഞാൻ എന്ത് ചെയ്യും? ഞാനിതിൽ വിജയിച്ചില്ലെങ്കിൽ ഇനി തൊട്ട് എന്നെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. ഇതെന്തൊരു കഷ്ടമാണ്. ഇതാനങ്ങുന്ന ബൗളല്ലേ? നല്ല രസമുള്ള കളി. മാസ്റ്റേഴ്സ്, നിങ്ങൾ എത്തിയോ? ഞാനിപ്പോഴും തയ്യാറായിട്ടില്ല കേട്ടോ. നീ ടാസ്ക് ഒക്കെ പൂർത്തിയാക്കിയല്ലോ. ഓ, അപ്പൊ ഞാൻ ഈ എലിയെ പിടിക്കാൻ നോക്കിയപ്പോ ഈ പാത്രങ്ങളെല്ലാം കറക്റ്റായിട്ട് അടുക്കിയല്ലോ. ആ കള്ള എലി രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ചെല്ല്, അവൻ ചെയ്തിരിക്കുന്നത് നോക്ക്. ശരി ഗ്രാനി. നന്നായി ചെയ്തു. ഈ ജോലികളെല്ലാം ഓർത്ത് വെച്ചോളൂ. അടവുകളും നന്നായി ചെയ്തു. ഇനി വിശ്രമിക്ക. പരീക്ഷ കഴിഞ്ഞോ? അപ്പൊ സമ്മാനമൊന്നുമില്ലേ? തീർച്ചയായും ഞാനത് മറന്നു.
ഇതൊരു വലിയ സർപ്രൈസ് ആയി പോയല്ലോ. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഇഷ്ടമാണ്. to the South നമുക്ക് India. വല്ലതും കഴിച്ച് ആഘോഷിച്ചാലോ? മനസ്സ് നിറയെ സ്വപ്നങ്ങളും ദൃഢനിശ്ചയവുമുണ്ട്. ആ ശക്തി ഉപയോഗിച്ച് ഞാൻ എന്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കും. അതാണ് മൈൻഡ് പ്ലാനിന്റെ തത്വം. ഞാൻ എന്റെ പരമാവധി ശ്രമിക്കും. ജിങ്ജു കാറ്റ്സിൽ ഇനി വരുന്നു. ദിൽബോയ്, റെസ്റ്റ് റൂം അവിടെയാണ്. നിന്റെ മനസ്സ് പറയുന്നത് ശ്രദ്ധിക്കൂ. ഞാൻ പവർ ഓഫ് ഹാർമണി പരിശീലിക്കുകയാണ്. ഞാനൊരു ജിങ്ജു കാറ്റല്ലേ, പിന്നെന്താണ് എനിക്ക് പവർ ഓഫ് ഹാർമണി ലഭിക്കാത്തത്? കഥ തുടരും. ഹാർമണിയുടെ ശക്തി ഭാഗം 1.